തീർച്ചയായിട്ടും ഈ ഏകാധിപത്യത്തിൻ്റെ, ഫാസിസത്തിൻ്റെ, വർഗീയ ധ്രുവീകരണത്തിൻ്റേതായ ഈ കാലഘട്ടത്തിൽ സാഹിത്യത്തിന് ജനങ്ങളുടെ ഹൃദയത്തെ തമ്മിൽ ബന്ധിപ്പിക്കേണ്ട വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. ഈ ഭരണകൂട അധികാര ശക്തികൾ കാണിക്കുന്ന ഈ കോപ്രായങ്ങൾക്ക് അനുസൃതമായി രാജ്യത്ത് വർഗീയമായ ചേരിതെരിവ് ഭൂരിപക്ഷ ന്യൂനപക്ഷ സമുദായങ്ങൾക്കിടയിൽ ഉണ്ടാകാതിരിക്കാനുള്ള പ്രവർത്തനമാണ്, സർഗാത്മകമായ പ്രവർത്തനമാണ് ഇനിയുള്ള എഴുത്ത് ഏറ്റെടുക്കേണ്ടത്. എഴുത്ത് സമൂഹ പ്രതിബദ്ധമാകണോ വേണ്ടയോ എന്നതിനെപ്പറ്റി വലിയ വാദ കോലാഹലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും, എഴുത്ത്, സാഹിത്യം പ്രതിബദ്ധമായിരിക്കണം രാഷ്ട്രീയത്തോട്, സമൂഹത്തോട്, ജനങ്ങളോട് പ്രതിബദ്ധമായിരിക്കണം. അല്ലാതെ വെറും ലാവണ്യവാദം പറഞ്ഞുകൊണ്ട് അരാഷ്ട്രീയത പ്രസരിപ്പിക്കുന്നൊരു സാഹിത്യമല്ല, എഴുത്തല്ല ഇന്ന് നമുക്ക് വേണ്ടത്. കാരണം ഈ വർഗീയത വളർത്തുന്ന ശക്തികളുണ്ടല്ലോ, രാജ്യത്തെ തന്നെ ശിഥിലമാക്കാനുള്ള പുറപ്പാടിലേക്കാണ് നീങ്ങുന്നത്. അതിനെ പ്രതിരോധിക്കാൻ കലയും സാഹിത്യവും പ്രതിബദ്ധമായി നീങ്ങേണ്ട ഒരു അവസരമാണ്. സത്യത്തെ സത്യമായി പറയുക, പച്ചയ്ക്ക് പറയുക. മതത്തെ ഉപയോഗിച്ചിട്ടാണല്ലോ ഇപ്പോൾ വർഗീയത വളർത്തുന്നത്. അതുകൊണ്ട് മതത്തിൻ്റെ മൗലിക തത്വങ്ങളിലുള്ള വിപ്ലവാത്മകവും ധാർമ്മികവുമായ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരിക്കണം വിശ്വാസികളോട് ഇതല്ല മതം, ഇത് വർഗീയതയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. യുദ്ധോന്മുഖനായ ഒരു രാമനെ പ്രതിഷ്ഠിക്കുന്ന സമയത്ത് ശരിയായ മര്യാദാപുരുഷോത്തമനായ മഹാത്മജിയുടെ രാമനെ പരിചയപ്പെടുത്തിക്കൊണ്ട് വേണം ഈ തരത്തിലുള്ള വർഗീയ ധ്രുവീകരണങ്ങൾക്കെതിരെ ഇന്ത്യയിലെ എഴുത്തുകാർ നീങ്ങേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം.